എപ്പിസോഡ് തുടക്കത്തില് ഗാറാന്ന് പറഞ്ഞ ഒരുത്തൻ മുഖംമൂടി വെച്ച ആ ഒരു വില്ലൻ നിഞ്ചയോട് നമ്മുടെ ഗ്രാമത്തിന്റെ മാനം നീ കളയരുത്, അനങ്ങാതെ നിൽക്കാൻ പറഞ്ഞു വിറപ്പിക്കുന്ന സീനാണ്. ഗാറയുടെ ലുക്കും വർത്താനവും ഒക്കെ കണ്ട് നമ്മുടെ ആൾക്കാര് വരണ്ട് നിൽക്കുമ്പോ ഗാറയാവട്ടെ, ഇനി മേലാല് നീ ഇമാതിരി പണിയെടുത്താല് നിന്റെ ആപ്പീസ് ഞാൻ പൂട്ടിക്കളയുന്ന അവനെ പറഞ്ഞ് പേടിപ്പിക്കും. അയ്യോ സോറി സാർ, ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നമ്മുടെ വില്ലൻ നിഞ്ച ആവട്ടെ ഗാറയുടെ മുമ്പിൽ കൈകൂപ്പും. മാത്രല്ല നമ്മുടെ വില്ലൻ നിഞ്ച അവരോട് അപ്രകാരം മോശമായിട്ട് പെരുമാറിയതുകൊണ്ട് തന്നെ ഗാറ സാസുകയോട് ക്ഷമ ചോദിക്കും. വെറും ഒരു കല്ല് വെച്ച് ഫൈറ്റ് ചെയ്ത് വില്ലൻ നിഞ്ചയെ ഓടിക്കാൻ ശ്രമിച്ച സാസുക ആള് ചില്ലറക്കാരനല്ല എന്ന് മനസ്സിലാക്കിയ ഗാറ ആവട്ടെ നല്ല വിനയ കുനയനായിട്ട് സാസുകയുടെ അടുത്തേക്ക് വരും. ഗാറ സാസുകയ്ക്ക് വലിയ മൈൻഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവന്റെ കൂട്ടുകാരെ എല്ലാവരും തന്നെ കൂട്ടിക്കൊണ്ട് മതി, ഇനി ഇവിടെ പരിപാടിയൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ വില്ലേജിലേക്ക് തിരികെ പോകാന്ന് അവരുടെ അടുത്ത് പറയും. ഗാറയും കൂട്ടരും വളരെ സമാധാനത്തോടു കൂടെ തിരികെ നടക്കുമ്പോ സാക്കുറ ആവട്ടെ നിൽക്കവിടെ, നിങ്ങളെയൊക്കെ കണ്ടാല് സാൻഡ് വില്ലേജിലെ ആൾക്കാരെ പോലുണ്ടല്ലോ, ഫയർ വിൻഡ് അതാണ് അവിടുത്തെ പ്രധാനം. ഈ കാരണം കൊണ്ട് തന്നെ അവരെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാവാറില്ല. പക്ഷെ ബാക്കിയുള്ളവര് അതുപോലെ ആയിരിക്കില്ല. നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് സാക്കുറ ചോദിക്കുമ്പോ ആ ഒരു ചപ്രത്തലച്ചി ആവട്ടെ അവളുടെ പാസ്പോർട്ട് പോലത്തെ ഒരു സാധനം ഇവർക്ക് കാണിച്ചു കൊടുക്കും. ഞങ്ങളൊക്കെ സാൻഡ് വില്ലേജിലെ ഗെനിൻസ് ആണ്, ഇപ്പോ ലാൻഡ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നു. ചുനിയൻ എക്സാം അറ്റൻഡ് ചെയ്യാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് കാര്യം പിടികിട്ടും. പക്ഷെ പാവം നമ്മുടെ നറൂട്ടോ കുട്ടപ്പിന് മാത്രം അതെന്ത് എക്സാം ആണെന്ന് കരുതി അവൻ വണ്ടടിച്ച് നിൽക്കും. നമ്മുടെ പൊടിപ്പയ്യൻ ഹിനാരിക്ക് വരെ കാര്യം മനസ്സിലായി. ഇപ്പൊ നിങ്ങൾ വെറും നിഞ്ചയാണ്, ഈ ഒരു എക്സാം കഴിയുകയാണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ലെവലിൽ നിഞ്ചയാവുമെന്ന് പറയുമ്പോ അതെനിക്ക് നേരത്തെ അറിയായിരുന്നു, നിനക്കറിയോന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തതാ. എന്തായാലും സംഗതി കൊള്ളാം, ഐ ആം ഹാപ്പി എന്ന് നമ്മുടെ ചെക്കൻ പറയും. ഹാപ്പി ആയിട്ട് വീണ്ടും നമ്മുടെ പുതിയ ആൾക്കാര് തിരിഞ്ഞു നടന്നു പോകുമ്പോ ചെറുക്ക നടുക്ക് പോകുന്നവനെ ഇവിടേക്ക് നോക്കുമെന്ന് നമ്മുടെ ഗാറയെ സാസുക വിളിക്കും. സാസുകയും ഗാറയും ഇപ്പോ അരമണിക്കൂർ കണ്ണോട് കോർത്ത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തുറപ്പിച്ചു നോക്കും. ചാടി വീണ് നറൂട്ടോ ആവട്ടെ നിനക്ക് എന്റെ പേരെന്താണെന്ന് അറിയാൻ ആഗ്രഹമില്ലേ എന്ന് ഗാറയോട് ചോദിക്കും. ആർക്ക്? എനിക്കങ്ങ് അറിയണ്ടെന്ന് പറഞ്ഞ് ഗാറയും ടീമും അവിടുന്ന് നടന്നു നീങ്ങുമ്പോ സാസുകയ്ക്കാവട്ടെ വലിയ എന്തോ ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നൊരു ചിന്ത മനസ്സിൽ വരും. പക്ഷെ പാവൻ നറൂട്ടോ ആവട്ടെ നാണം കെട്ടും പല്ലിളിച്ച് അതെങ്ങനെയെങ്കിലും പരിഹരിക്കാനായിട്ട് കോൻഹമാരുവിന്റെ അടുത്ത് അവന്റെ ചില കാര്യങ്ങൾ പറഞ്ഞ് തള്ളി മറിക്കാൻ ആരംഭിക്കും. ഇങ്ങനെ തള്ളുകൊണ്ടും നടക്കുന്നതിനിടയില് മരത്തിന്റെ മേലെ ഇരുന്ന് വേറൊരു നിഞ്ചാ കൂട്ടം നമ്മുടെ സാസുകയും നറൂട്ടോയും കണ്ണു തുറപ്പിച്ച് നോക്കുന്നുണ്ടാവും. ഇവരെ കണ്ടിട്ട് വെറും ലോക്കലാണ്, നമുക്ക് പരിപാടി ഒപ്പിക്കാന്ന് പറയുമ്പോ കട്ട് ചെയ്താ ഹൊക്കാഗ ആവട്ടെ എക്സാമിന് വന്ന എല്ലാവരെയും ഒരുമിച്ച് വിളിച്ചുകൂട്ടി അവരുടെ മാസ്റ്റേഴ്സിനോട് നിങ്ങളിലെ ആരുടെയൊക്കെ ശിഷ്യന്മാരാണ് എക്സാമിന് റെഡി ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അവർക്ക് മുൻപോട്ട് വരാന്ന് പറയുമ്പോ കേൾക്കേണ്ട താമസം കാക്കാഷി, കുറുമ, അസുമ എന്നിങ്ങനെ 3 മാസ്റ്റേഴ്സ് മുമ്പോട്ട് കയറി നിൽക്കും. വേറെ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കയറി നിൽക്കാൻ ഒക്കാകെ പറയുമ്പോ ബാക്കിയുള്ള മാസ്റ്റേഴ്സ് ആവട്ടെ അവരുടെ പിള്ളേര് ഈ ഒരു എക്സാം എഴുതണമെങ്കിൽ മിനിമം 8 മിഷൻസ് എങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ ആരുമില്ലാത്തോണ്ട് അവരിപ്പോ പരസ്പരം നോക്കി തല താഴ്ത്തി നിൽക്കും. ഇറൂക്കാവട്ടെ പരീക്ഷ നടത്താനായിട്ട് ചാടി ചാടി നിൽക്കാണ്. ഫസ്റ്റ് കാക്കാഷി, ഗ്രൂപ്പ് 7 സാസുക, സാക്കുറ, നറൂട്ടോ എന്ന് കേൾക്കേണ്ട താമസം ഇറൂക്കാവട്ടെ ആ പേര് കേട്ട് ഒന്ന് ഷോക്കാവും. നെക്സ്റ്റ് ഗ്രൂപ്പ് 8 കുരൻ, സെനോക്കെ, ഇനേക്ക, സെബാഹിമ. അടുത്ത ഗ്രൂപ്പ് അസുമ, ഈനോ, ഷിക്കമാവോ, ചി എന്നൊക്കെ നല്ല വെറൈറ്റി പേരുകൾ. ഇതൊക്കെ കേട്ട് ഇറൂക്കാവട്ടെ ഇപ്പൊ കേട്ട 9 പേരും ആൾക്കാര് കിടുവാണ്. പക്ഷെ ഇത്രയും വലിയൊരു എക്സാം എഴുതാൻ അതിനുള്ള ടാലന്റ് അവർക്കില്ല. കുറെ കൂടെ ട്രെയിനിങ് കൊടുത്ത് മെച്ചോർഡായതിനു ശേഷമേ ഇങ്ങനൊരു എക്സാം നടത്താൻ പാടുള്ളൂ എന്ന് ഇറൂക്ക പറയുമ്പോ കാക്കാഷി ആവട്ടെ എനിക്ക് വെറും 6 വയസ്സുള്ളപ്പോ ഞാൻ ഈ എക്സാം അറ്റൻഡ് ചെയ്താണ്. അതായത് നമ്മുടെ നറൂട്ടോയുടെ വയസ്സുള്ളപ്പോ. നറൂട്ടോ അവൻ നിന്നെ പോലെയല്ല, നീ അവനെ ഒരുപാട് കഷ്ടപ്പെടുത്തിയെന്ന് ഇറൂക്ക പറയുമ്പോ ശരിയാണ്, ഞാൻ അവർക്ക് ഒരുപാട് ടാസ്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിനും എക്സ്ക്യൂസ് പറയുന്ന നറൂട്ടോയ്ക്ക് ചില പണികൾ കൊടുക്കുമ്പോ അതെപ്പോഴും വളരെ രസമായിട്ട് തീരാറുണ്ടെന്ന് കാക്കാഷി മറുപടി പറയും. മാത്രല്ല അവരിപ്പോ എന്റെ സ്റ്റുഡൻസ് ആണ്, അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നിങ്ങളൊക്കെ നന്നായിട്ട് എനിക്കറിയാമെന്ന് സാസുക ഇറൂക്കയോട് പറയുമ്പോ കാർക്കിച്ച് തുപ്പിയ ഫീലില് പാവം നമ്മുടെ ഇറൂക്ക സൈഡായി പോവും. ഇറൂക്ക നീ വെറുതെ ടെൻഷൻ ആവണ്ട, നിന്റെ കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എക്സാം അതിനി മാറ്റിവെക്കാൻ സാധിക്കില്ല. പക്ഷെ അതിന് പകരമായിട്ട് എക്സാമിന് മുമ്പ് ഒരു ചെറിയ പ്രിലിമിനറി ടെസ്റ്റ് നടത്താം.
ഇത് കേട്ടിട്ടും നമ്മുടെ ഇറൂക്കയ്ക്ക് വലിയ ആശ്വാസമൊന്നും ഉണ്ടാവില്ല. കട്ട് ചെയ്താല് നമ്മുടെ പെങ്കൊച്ചാവട്ടെ പിറ്റേ ദിവസം ബാക്കി 2 ബിരുദന്മാരുമായിട്ട് കാക്കാഷിയെ പാലത്തിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇയാളിത് അവിടെ പോയി കിടക്കാണ്. കുറെ നേരമായല്ലോ ഞാനിവിടെ ഒന്ന് നിൽക്കുന്നുവെന്ന് നമ്മുടെ സാക്കുറ പറയുമ്പോ നറൂട്ടോ ആവട്ടെ ഞാനും അതെ ഒന്ന് ഉറങ്ങേ പല്ല് തേക്ക് പോലും ചെയ്യാതെ ഇവിടെ ഒന്ന് കുത്തിയിരിക്കുകയാണ്. ഗോഡ്, ഈ പിശാച് പല്ലും തേച്ചില്ലെന്ന് കരുതി സാക്കുറ അവനെ നോക്കുന്ന അതേ സമയത്ത് ഹായ് ബേബീസ് എന്ന് പറഞ്ഞ് നമ്മുടെ മാസ്റ്റർ കടന്നു വരും. ഇവിടെ എന്തൊക്കെ നടന്നാലും നമ്മുടെ സാസുക ആള് കൂളാണ്. നിങ്ങൾക്ക് വമ്പൻ ഒരു സർപ്രൈസ് ഉണ്ട്. എക്സാം എഴുതാനായിട്ട് നിങ്ങളെ 3 പേരെയും ഞാൻ തെരഞ്ഞെടുത്തു. സോ ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്യാൻ പറയുമ്പോ 3 പേരും അന്തം വിട്ട് പണ്ടാറടങ്ങി നിൽക്കും. ഏയ് ഡോണ്ട് വറി, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ എഴുതണ്ട, ഇറ്റ്സ് നോട്ട് കമ്പൽസറി എന്ന് പറയുമ്പോ നറൂട്ടോ ആവട്ടെ എന്റെ കൽബേ എന്നും പറഞ്ഞ് നമ്മുടെ കാക്കാഷിയെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കും. 5 ദിവസത്തിനുള്ളിൽ ആ ഒരു ഫോം ഫില്ല് ചെയ്ത് അവിടെ ഏൽപ്പിക്കണം. വില്ലൻ നിഞ്ചേനെയും സാസുകയും ഇടിച്ച് തോൽപ്പിച്ച് ഫസ്റ്റ് എത്തുന്ന കാര്യം ആലോചിച്ച് സന്തോഷിച്ച് മനക്കോട്ട കെട്ടാണ് പാവം നമ്മുടെ നറൂട്ടോ. എല്ലാവരെയും തോൽപ്പിച്ച് വലിയൊരു ഹൊക്കാഗയും മാറുന്ന സ്വപ്നവും കണ്ടോണ്ട് നറൂട്ടോ നിൽക്കുമ്പോ സാസുക ആവട്ടെ എല്ലാവരെയും തോൽപ്പിച്ച് ഒരു സൂപ്പർ ഹീറോ ആയി മാറുന്നതായിട്ട് സ്വപ്നം കാണും. പക്ഷെ സാക്കുറ അവൾക്ക് ഈ ഒരു എക്സാം എല്ലാം തന്നെ പേടിയാണ്. കട്ട് ചെയ്താല് ഹൊക്കാഗയുടെ അടുത്ത് ഇപ്പൊ ഒരുപാട് ഗ്രാമത്തിലുള്ള പല വിധത്തിലുള്ള നിഞ്ചാസ് അണിചേർന്നിരിക്കുകയാണ്. അതേസമയം നറൂട്ടോ കുട്ടപ്പനാവട്ടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോ ഹിനാരി കുട്ടപ്പനെ കണ്ടുമുട്ടും. എന്നാ നമുക്ക് കളിച്ചാലോ ചോദിക്കുമ്പോ നമ്മുടെ ആളാവട്ടെ 100% അതിന് റെഡിയാണ്. അപ്പൊ അതേ സമയത്ത് കറക്റ്റായിട്ട് അവിടേക്ക് കടവാവിന് പോലുള്ള ഒരു നിഞ്ച ചാടി വീണ് ഹിനാരി കുട്ടപ്പന്റെ ഫ്രണ്ടായിട്ടുള്ള മൂക്കിനെ തട്ടിയെടുത്ത് വണ്ടി വിടും. നിക്കടാ, നിർത്തടാ, എന്റെ ചെറുക്കനെ താടാന്ന് പറഞ്ഞ് നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ പുറകെ ഓടുമെങ്കിലും അത്ര എളുപ്പം അവന്റെ പുറകെ എത്താൻ സാധിക്കില്ല. കട്ട് ചെയ്താല് എക്സാം പേടിച്ച് വരച്ചിരിക്കുന്ന പാവം നമ്മുടെ സാക്കുറയുടെ അടുത്തേക്ക് സാസുക കടന്നു വരും. നീ ടെൻഷൻ അടിക്കണ്ട, എന്റെ പൊമ്മ നമുക്കൊരു ചായയൊക്കെ കുടിച്ച് ചില്ലാവാന്ന് പറയുമ്പോ നമ്മുടെ സാക്കുറ ആവട്ടെ നല്ലപോലെ ഹാപ്പിയാവും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് നമ്മുടെ നറൂട്ടോ കുട്ടപ്പനാവട്ടെ ഓടി കഷ്ടപ്പെട്ട് ആ ഒരു കടവാവൽ നിഞ്ചനെ കണ്ടുപിടിക്കും. പക്ഷെ പാവം ഹിനാരിക്കും ഫ്രണ്ട്സിനും അവന്റെ ഒപ്പം എത്താൻ സാധിക്കില്ല. കടവാവൽ നിഞ്ച ഉടനെ കത്തിയെടുത്ത് ആ ചെറുക്കന്റെ കഴുത്തി വെച്ച് എനിക്ക് ഫസ്റ്റ് ഹൊക്കാഗോയുടെ സ്ക്രോൾ ഓഫ് സീലിംഗ് വേണമെന്ന് പറഞ്ഞ് നമ്മുടെ നറൂട്ടോയെ ഭീഷണിപ്പെടുത്തും. ഈ ഒരു സ്ക്രോളാണ് നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ എപ്പിസോഡിന്റെ തുടക്കത്തിൽ അടിച്ചു മാറ്റിയത്. ഈ കാര്യം കേട്ട് നമ്മുടെ ചെക്കൻ കണ്ണു തള്ളി നിൽക്കുമ്പോ ഇവിടെ നമ്മുടെ സാക്കുറ ആവട്ടെ സാസുകയുടെ അടുത്ത് എനിക്ക് എക്സാം വളരെ പേടിയാണ്, എന്താ ഞാൻ ചെയ്യാ എന്നൊന്നും എനിക്കറിയില്ല. സാക്കുറ അവളുടെ വിഷമിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിനെ ന്യായീകരിച്ച് സാസുകയും മറുപടി പറയും. തന്നോടുള്ള പ്രേമമൂത്താണ് ആള് തന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് തോന്നിയ നമ്മുടെ സാക്കുറ ആവട്ടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. അപ്പൊ അതേ സമയത്ത് ആ ഒരു ഡ്രാക്കുള നിഞ്ച അവിടേക്ക് ചാടി വീണ് സാസുകയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് സാസുക ആവട്ടെ കറങ്ങി തിരിഞ്ഞ് അവന്റെ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു നിഞ്ചയെ അടിച്ചു തെറിപ്പിക്കും. പണി പാളിന്ന് മനസ്സിലാക്കിയ നിഞ്ച ഓടി രക്ഷപ്പെടുമ്പോ സാസുക ആവട്ടെ അവന്റെ പുറകെ 100-110 വെച്ച് പിടിക്കും. സാസുകയെ കണ്ട വില്ലൻ നിഞ്ച ആവട്ടെ ഒരു ഡസൻ കത്തി വലിച്ചെറിഞ്ഞ് സാസുകയെ സൈഡാക്കും. കട്ട് ചെയ്താല് നറൂട്ടോ ആവട്ടെ എങ്ങനെ ആ ഒരു സ്ക്രോൾ കൊണ്ടുവരുന്ന കരുതി സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ എന്തിന് ഈ കിണാപ്പനെ പേടിക്കണം, സൗകര്യമില്ല, നീ എന്താ ചെയ്യാന്ന് നറൂട്ടോ ചോദിക്കുമ്പോ വില്ലൻ നിഞ്ച ആവട്ടെ എന്നാ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം, ഈ ചിമിട്ട് ചെക്കനെ ഞാൻ ഇപ്പൊ തട്ടുന്നു പറഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കുമ്പോ കൊച്ചിന്റെ സ്ഥാനത്ത് ഒരു മരപ്പലക. എന്താ ഇപ്പൊ ഉണ്ടായെന്ന് മനസ്സിലാവാതെ നമ്മുടെ നിഞ്ച തെക്ക് വടക്ക് നോക്കുമ്പോഴാണ് നറൂട്ടോ കുട്ടപ്പൻ ആ ഒരു കൊച്ചു ചെറുക്കനെയും രക്ഷപ്പെടുത്തി മരത്തിന്റെ മേലെ നിൽക്കുന്ന കാണാം. ക്ലൗൺ ജിപ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ആള് എസ്കേപ്പ് ആയിരിക്കുന്നത്. മാത്രല്ല തന്ത്രപരമായിട്ട് വല വിരിച്ച് ഇപ്പൊ ആ ഒരു നിഞ്ചേനെ നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ വലയിലാക്കും. പിള്ളേര് സെറ്റ് എല്ലാവരും വന്ന് വല ഓപ്പൺ ചെയ്ത് നോക്കുമ്പോണ്ടാവും അവിടെ ആ ഒരു ഡ്രാക്കുള നിഞ്ചയ്ക്ക് പകരം വെറും കല്ലും കഷ്ണങ്ങള്. മരത്തിന്റെ പുറകില് ഒളിഞ്ഞു നിൽക്കുന്ന നിഞ്ചയെ കാണുമ്പോ ഇവിടെ നമ്മുടെ സാക്കുറ ആവട്ടെ കുത്തുകൊണ്ട് കിടക്കുന്ന സാസുകയെ കെട്ടിപ്പിടിച്ചു കരയും. നിനക്കും ഈ ഒരു ഗതി വരണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എക്സാം എഴുതാതെ ഓടി രക്ഷപ്പെട്ടോ എന്ന് ആ ഒരു നിഞ്ച ഇപ്പോ സാക്കുറയെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ ആരംഭിക്കും. കുറച്ചു നേരം നമ്മുടെ പെങ്കൊച്ചൊന്ന് ആലോചിച്ചിട്ടാണ് അവക്ക് ഒരു കാര്യം പിടികിട്ടുക. കാരണം ഇന്നേ വരെ സാസുക സന്തോഷമായിട്ട് ഒരു കാര്യം പോലും സാക്കുറയോട് പറഞ്ഞിട്ടില്ല. നിഞ്ച ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ് ഈ ഒരു നിഞ്ച എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ പെങ്കൊച്ചാവട്ടെ
അവനെ കണ്ണുപൊട്ടും തെറി വിളിക്കും. ദേഷ്യം മൂത്ത നിഞ്ചയാവട്ടെ അവിടെ കിടന്ന വലിയൊരു കല്ലെടുത്ത് അവൾക്ക് നേരെ ഒരൊറ്റ ഏറ് വെച്ച് കൊടുക്കും. കല്ല് മുൻപോട്ട് വരുമ്പോ നമ്മുടെ പെങ്കൊച്ചാവട്ടെ ധൈര്യത്തോടെ കല്ലിന്റെ മുൻപിലേക്ക് തന്നെ കടന്നു ചെല്ലും. അത് ഒരു പോർല് പോലും സാക്കുറ കേൾപ്പിക്കാതെ കടന്നു പോകും. കാരണം അത് വെറും ഒരു ഇല്യൂഷൻ ആണെന്ന് നമ്മുടെ പെങ്കൊച്ച് നേരത്തെ തിരിച്ചറിഞ്ഞു. ഇപ്പൊ നീ കണ്ടത് വെറും ഇല്യൂഷനാണ്. പക്ഷെ എക്സാമിൽ നടക്കാൻ പോകുന്നത് അത് തികച്ചും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഓടി രക്ഷപ്പെട്ടോ എന്ന് വീണ്ടും ആ നിഞ്ച പറയും. ഏത് എക്സാം ആണെങ്കിലും ഞാൻ പിന്നോട്ട് ഓടില്ല. എക്സാം ഇപ്പൊ നടത്തിയാലും 100% ഞാൻ വിജയിക്കുന്നു പറഞ്ഞ് നമ്മുടെ സാക്കുറ അലറിക്കരയുമ്പോ അയ്യോ എക്സാമില് ഞാൻ വിജയിക്കൂ എന്നൊന്ന് നമ്മുടെ പെങ്കൊച്ച് സംശയിക്കും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് പെരപ്പുറത്ത് കയറി ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന കാക്കാഷിയാണ് കാണിക്കുക. അവന്റെ അടുത്തേക്ക് പതുക്കെ ഇപ്പൊ ആ ഒരു നിഞ്ച കടന്നു വരും. അപ്പോഴാണ് ഒരു കാര്യം തിരിച്ചറിയ. ആ ഒരു നിഞ്ചയുടെ വേഷത്തിൽ വന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ഇറൂക്കയാണ്. അവൻ ചെയ്തു കൂട്ടിയതെല്ലാം പ്രിലിമിനറി എക്സാമും ആയിരുന്നു. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് വേറൊരു ടീം ഇപ്പോ കാക്കാഷിനെ ടീമിനെ കുറിച്ചും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 5 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു എക്സാം നടക്കുന്നത്. മാത്രമല്ല അവരെല്ലാവരും കാക്കാഷിയുടെ ശിഷ്യന്മാരുമാണ്. എന്തായാലും കുഴപ്പമില്ല, ഒരു കൈ നോക്കാന്ന് പറഞ്ഞ് എല്ലാവരും നെക്സ്റ്റ് ഡേ അക്കാദമിയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വരും. സാസുകയെ കണ്ട് സാക്കുറ ഒന്ന് ഷോക്കായി നിൽക്കുമ്പോ സാസുക ആവട്ടെ ദിവക്കെന്താ പിന്നെ ഭ്രാന്ത് പിടിച്ചോന്ന് കരുതി അവളെ തിരിച്ചു നോക്കും. ഇപ്പൊ വേറെ 2-3 ചെക്കന്മാരാവട്ടെ ആദ്യം കാട്ടിൽ കണ്ട ആ ഒരു പച്ച ഡ്രസ് ഇട്ട ചെക്കനെ എടുത്തിട്ട് ഇടിക്കും. നീ ഒന്നും ഈ എക്സാം എഴുതാനായിട്ട് യാതൊരു യോഗ്യതയില്ല, അതുകൊണ്ട് ഇറങ്ങി പോകാൻ പറഞ്ഞ് ആരെയും അവർ കയറ്റിവിടാൻ അനുവദിക്കില്ല. ഇപ്പൊ കറക്റ്റ് ആയിട്ട് സാസുക അവിടേക്ക് കയറി വന്ന് അവരെ വിരട്ടിയിട്ട് നിങ്ങളുടെ കളി എന്റെ അടുത്ത് വേണ്ട, നിങ്ങൾ ഫ്ലോർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തില് അവർക്ക് പോകേണ്ടത് 3rd ഫ്ലോർ ആണ്. ഈ 2 നിഞ്ചകളും കൂടെ ചേർന്നിട്ട് അവരുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് 2nd ഫ്ലോർ ആണ് ഇപ്പൊ 3rd ആക്കി മാറ്റിയിരിക്കുന്നത്. ദേഷ്യം തലക്ക് പിടിച്ച സാസുകയാവട്ടെ അവര് 2 പേരെയും എടുത്തിട്ട് ഇണ്ടനടിക്കുമ്പോ താഴെ വീണ് കിടക്കുന്ന പച്ചക്കാരൻ അവരുടെ ഇടയിൽ കയറിയിട്ട് ആ ഒരു ഫൈറ്റ് തന്നെ തടഞ്ഞു നിർത്തും. ഇത്രയും വലിയ പവർ തടഞ്ഞു നിർത്താൻ പവറുള്ള ദിവൻ ആര് എന്ന് നമ്മുടെ സാസുക ചിന്തിക്കുമ്പോ ആ ഒരു പച്ചക്കാരൻ സാക്കുറയുടെ അടുത്ത് വന്ന് ഹേയ് മണ്ടി പെണ്ണേ നീ എന്റെ ഒപ്പം വരുന്നോ എന്ന് അവളെ നൈസായിട്ട് ലൈൻ അടിക്കും. പെണ്ണ് ആട്ടി ഓടിക്കുമ്പോ പാവം നമ്മുടെ പച്ചക്കാരൻ ചമ്മി ഐസായിട്ട് തിരികെ വരും. അതേ സമയത്ത് സാസുകയുടെ അടുത്തേക്ക് വേറെ 2 നെഞ്ചകൾ വന്ന് അവന്റെ ഡീറ്റെയിൽസ് ചോദിക്കും. ആദ്യം നീയൊക്കെ നിന്റെ ഡീറ്റെയിൽസ് പറയാന്നും പറഞ്ഞ് നമ്മുടെ സാസുക അവിടുന്ന് കടന്നു പോകുമ്പോ നറൂട്ടോയ്ക്കാവട്ടെ അവന്റെ ദേഷ്യം കൂടി വരും. കാരണം ഒരു ഉറുമ്പും കുഞ്ഞു പോലും നമ്മുടെ ചെറുക്കന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടില്ല. ഇവിടെ പച്ച നിഞ്ച സാക്കുറ റിജക്ട് ചെയ്തതിൽ കരഞ്ഞോണ്ട് നിൽക്കുമ്പോ പാവം നമ്മുടെ നറൂട്ടോ ആവട്ടെ അവന്റെ അടുത്ത് ഡീറ്റെയിൽസ് ചോദിക്കാത്തതിനാല് നെഞ്ചു പൊട്ടി കരയാൻ തുടങ്ങും. ഈ കാര്യങ്ങളെല്ലാം നോക്കി നിന്നുകൊണ്ട് ആ പ്രശ്നക്കാരായ 2 നിഞ്ചമാരും ചില കാര്യങ്ങൾ പറയും. ഇവര് നിസ്സാരക്കാരല്ല, എന്തായാലും കാക്കാഷിയുടെ ശിഷ്യന്മാരല്ലേ, അതിന്റെ ഗുണം തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് പറയുമ്പോഴാണ് അവരുടെ റിയൽ രൂപം കാണുക. അവര് ഈ എക്സാം നടത്തുന്ന ഇൻവിജിലേറ്റേഴ്സ് ആണ്. കട്ട് ചെയ്താല് ഇപ്പൊ നമ്മുടെ സാസുക ആവട്ടെ ഒരുപാട് ടൈപ്പ് ഓഫ് നിഞ്ചാസിനെ എങ്ങനെയെങ്കിലും ചെറുത്തു നിർത്തി പോരാടി ഈ ഒരു എക്സാമില് ഒന്നാവനാവണമെന്ന് ചിന്തിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. സോ ഗായ്സ്, എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.